കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം 30 വർഷമായി ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിയമസഭയ്ക്കകത്തുണ്ട്. അതൊരു നീണ്ട കാലമാണല്ലോ. 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ പാർട്ടി എനിക്ക് തന്ന അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇതൊക്കെ എനിക്ക് എന്നെക്കാൾ അർഹതയുള്ള എത്രയോ ആളുകൾ ഉള്ളപ്പോഴാണ് എനിക്കന്ന് ഈ സ്ഥാനങ്ങളൊക്കെ തന്നത്. 29ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ യുവാവാണ്. യുവാക്കൾക്ക് അന്നേ പ്രാതിനിധ്യം തന്നിട്ടുണ്ട്. അന്ന് യുവാവായ ഞാൻ 29ാമത്തെ വയസ്സിലാണ് ഇവിടെ കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. അപ്പോൾ അത് ഇനിയിപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം നിഷേധിക്കാൻ പാടില്ലല്ലോ. കാരണം തലമുറകൾ ഇങ്ങനെ കൈമാറി പോകേണ്ടതാണ് രാഷ്ട്രീയം. മാത്രമല്ല, അവിടെ മത്സരിച്ച് 3 തവണ ജയിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഫൈസൽ ബാബുവിനെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. പൂർണ്ണമായും പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സൈബർ ഇടങ്ങളിൽ ഇപ്പം എനിക്ക് എതിരെ മാത്രമൊന്നുമല്ല, ഒരുവിധ എല്ലാ ആളുകൾക്കെതിരെയും സൈബർ ആക്രമണം വന്നിട്ടുണ്ട്. ഇപ്പോൾ വി ഡി സതീശനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പുതിയ ഒരു പ്രയോഗം, അത് നുണയൻ എന്ന് പറയുന്നൊരു പ്രയോഗമൊക്കെ എത്ര അപമാനിക്കലാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. അതൊന്നും ഞാൻ ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം സൈബർ ഇടങ്ങളിൽ ഉള്ളവർ മുഖമില്ലാത്തവരാണ്. മുഖമില്ലാതെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിലൊരു ഭീരുത്വമുണ്ട്. അതിന് പുറമെ അതിൽ ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഗൗരവമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു, എൻ്റെ പാർട്ടി എങ്ങനെ വിലയിരുത്തുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ കാര്യത്തിൽ എന്നും പാർട്ടി വളരെ അനുകൂലമായിട്ടാണ്. എൻ്റെ പ്രവർത്തനങ്ങളൊന്നും സമൂഹം ഒരിക്കലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഈ സംസ്ഥാനത്തിന് അപമാനകരമായിരുന്നു എന്ന് പറയിപ്പിക്കുന്നൊരു സ്ഥിതിവിശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാർട്ടിയുടെ അംഗമായി അവസാന ശ്വാസം വരെ ഉണ്ടാവും എന്ന തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനോട് വിശ്രമിക്കാനാണ് സൈബർ ഇടത്തിൽ ചിലർ പറഞ്ഞത്. വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മുൻ തലമുറയിലെ എൻ്റെ പിതാവിന് പോലും ഉണ്ടായിട്ടില്ല വിശ്രമം. അദ്ദേഹവും